കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് സെന്റിനലീസിന്റെ കഥ പറഞ്ഞു. ഓർമ്മയുണ്ടല്ലോ? പുറത്തുനിന്ന് വരുന്ന ഓരോരുത്തരെയും കൊല്ലുന്ന ആ ദ്വീപ്, അമ്പുകൾ, ഹെലികോപ്റ്ററുകൾ, മണലിൽ കുഴിച്ചിട്ട ആ അമേരിക്കൻ പുരോഹിതൻ. നിങ്ങൾക്ക് ആ കഥ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ഷെയർ ചെയ്തു, കമന്റ്സിൽ വാദിച്ചു. അവരെ ഭൂമിയിലെ ഏറ്റവും ബുദ്ധിയുള്ള ഗോത്രവർഗം എന്ന് വിളിച്ചു. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല, സെന്റിനലീസ് ഒറ്റയ്ക്കല്ല. അല്പം തെക്കോട്ട് അതേ ദ്വീപുകൂട്ടത്തിലെ വേറൊരു ദ്വീപിൽ വേറൊരു ഗോത്രവർഗം ജീവിക്കുന്നുണ്ട്. ആരും സംസാരിക്കാത്ത ഒരു കൂട്ടം, ഇതുവരെ ആരും വായിച്ചെടുക്കാൻ പറ്റാത്ത ഒരു ഭാഷ സംസാരിക്കുന്നവർ. വെറും 300 ആളുകൾ ലോകത്ത് മൊത്തം. 60,000 വർഷങ്ങളായി ഇവർ അവരുടെ ദ്വീപിലെ ഉൾക്കാട്ടിൽ ജീവിക്കുകയാണ്. വേട്ടയാടി, ഭക്ഷണം ശേഖരിച്ച്, പുറത്തുള്ളവർ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത വാക്കുകൾ സംസാരിച്ച്, ആരും കണ്ടിട്ടില്ലാത്ത രീതിയിൽ മരിച്ചവരെ അടക്കം ചെയ്ത്. ഇപ്പോൾ സെന്റിനലീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് മുഴുവൻ ഒന്ന് ഓർമ്മിക്കൂ. ആ ഒറ്റപ്പെടൽ, ആ പുരാതന അറിവ്, ദുർബലമായ രോഗപ്രതിരോധ ശേഷി. ഇപ്പോൾ അതേ കഥ വീണ്ടും ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, ഒരു ചെറിയ ട്വിസ്റ്റോടെ. ഇത്തവണ ഇവർക്ക് അപകടം വരുന്നത് മതപ്രചാരകരിൽ നിന്നോ മത്സ്യത്തൊഴിലാളികളിൽ നിന്നോ അല്ല. ഇത്തവണ ആ അപകടം നമ്മളിൽ നിന്നാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ഒരു 81,000 കോടി രൂപയുടെ മെഗാ പ്രോജക്റ്റ് ഇവരുടെ ദ്വീപിൽ ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. ഒരു ഷിപ്പിംഗ് പോർട്ട്, ഒരു ഇന്റർനാഷണൽ എയർപോർട്ട്, ഒരു മിലിറ്ററി ബേസ്, 6.5 ലക്ഷം ആളുകൾക്ക് താമസിക്കാൻ ഒരു സിറ്റി. ഇപ്പോൾ വെറും 8,000 ആളുകൾ മാത്രമുള്ള ഒരു ദ്വീപിൽ 2024 ഫെബ്രുവരിയിൽ 13 രാജ്യങ്ങളിൽ നിന്നുള്ള 39 വംശഹത്യാ വിദഗ്ധർ ഇന്ത്യൻ പ്രസിഡന്റിന് ഒരു ലെറ്റർ എഴുതി. അവർ പറഞ്ഞത് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് അന്താരാഷ്ട്ര നിയമമനുസരിച്ച് വംശഹത്യയാകാമെന്നാണ്. 3 ആഴ്ച മുമ്പ് ഒപ്പോസിഷൻ ലീഡർ രാഹുൽ ഗാന്ധി നേരിട്ട് ആ ദ്വീപിലേക്ക് പറന്നു, കാട്ടിലൂടെ നടന്നു. തിരിച്ചു വന്നപ്പോൾ ഒറ്റ വാചകം: ഇത് ഇന്ത്യയുടെ പ്രകൃതിയോടും ഗോത്രവർഗ പൈതൃകത്തോടും ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റമാണ്. ഇത് ചരിത്രമല്ല, ഇത് ഇപ്പോൾ നടക്കുകയാണ് ഇന്ത്യയിൽ. 2026-ൽ സെന്റിനലീസിന് ഒരു അയൽക്കാരനുണ്ട്. പല വിമർശകരും പറയുന്നത് ഈ പ്രോജക്റ്റ് അവരെ ഇല്ലാതാക്കിയേക്കാമെന്നാണ്. ഇതാണ് ഷോംപെൻ ഗോത്രവർഗത്തിന്റെ കഥ. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, സമുദ്രത്തിന്റെ നടുവിലുള്ള ഒരു കാട്, കനത്ത മഴക്കാട്, നനഞ്ഞ ചൂടുള്ള ഇരുട്ടുള്ള കാട്, വെളിച്ചത്തിന് നിലത്തേക്ക് എത്താൻ പാടുപെടേണ്ടി വരുന്ന അത്രയും ഇടതൂർന്ന കാട്. ആ കാട്ടിന്റെ എവിടെയോ ഒരാൾ നടന്നു പോവുകയാണ്. പൊക്കം കുറവാണ്, 5 അടി കാണും, ഇരുണ്ട തൊലി, നേർത്ത കറുത്ത മുടി, തടി കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ വസ്ത്രം, കയ്യിൽ ഒരു മരക്കുന്തം. അവൻ കാട്ടുപന്നിയെ വേട്ടയാടുകയാണ്, ശബ്ദമില്ലാതെ നടക്കുന്നു. ഈ കാട് അവന് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ബെഡ്റൂം മനസ്സിലാകുന്നത് പോലെയാണ്. ഈ മനുഷ്യനെ ഓർമ്മ വയ്ക്കണം, കാരണം ഈ വീഡിയോ തീരുമ്പോൾ അവന്റെ ജീവിതം, അയാൾ ഒരിക്കലും കാണാത്ത ഒരുപാട് പേർ എടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ മേലെ തൂങ്ങിക്കിടക്കുകയാണ്. അവനറിയില്ല ഇന്ത്യ എന്നൊരു രാജ്യമുണ്ടെന്ന്, അവനറിയില്ല നിങ്ങളുണ്ടെന്ന്, അവനറിയില്ല മലയാളി കഫേ എന്നൊരു ചാനലുണ്ടെന്ന്. ഇതാണ് സത്യത്തിൽ ഞെട്ടിക്കുന്ന കാര്യം. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടിനോ ബ്രദറിനോ ഫാദറിനോ അവർക്കും അറിയില്ലായിരിക്കും ഇങ്ങനെ ഒരാളുണ്ടെന്ന്. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന 300 മനുഷ്യർ, പക്ഷേ ഇന്ത്യയിൽ ഭൂരിഭാഗം പേർക്കും ഇവരുടെ പേര് പോലും കേട്ടിട്ടില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഈ വീഡിയോ ഇപ്പോൾ പോസ് ചെയ്യണം, 10 സെക്കൻഡ് എടുക്കണം. ഇവരെക്കുറിച്ച് അറിയാത്ത ഒരാൾക്ക്, ഒറ്റ ഒരാൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം. കാരണം നമ്മൾ മിണ്ടാതെ ഇരുന്നാൽ ഇവർക്ക് വേണ്ടി ആരും സംസാരിക്കില്ല. പോയി ഷെയർ ചെയ്യൂ, ഞാൻ കാത്തിരിക്കാം. ചെയ്തു, ഗുഡ്. അവന്റെ പേര് നമുക്ക് ഒരിക്കലും അറിയില്ല. ഇവരുടെ ഭാഷാശാസ്ത്രജ്ഞർക്ക് ഒരു വലിയ പ്രഹേളികയാണ്. 1875-ൽ ഒരു ഡാനിഷ് ഓഫീസർ ഇവരുടെ ഭാഷയിലെ 329 വാക്കുകൾ എഴുതിവെച്ചു. അതിനുശേഷം 150 വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മൾ കൂടുതലൊന്നും കൂട്ടിച്ചേർത്തിട്ടില്ല. അവനൊരു ഷോംപനാണ്. ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിലെ കുന്നുകളിൽ പരന്നു കിടക്കുന്ന ചെറിയ കൂട്ടങ്ങൾ, മുളയും ഓലയും കൊണ്ടുണ്ടാക്കിയ ചെറിയ കുടിലുകൾ, വാഴയും ചേനയും വളർത്തുന്നു, കൈകൊണ്ട് മീൻ പിടിക്കുന്നു, കാട്ടുതേൻ ശേഖരിക്കുന്നു. ഇവർ എങ്ങനെ വിവാഹം കഴിക്കുന്നു എന്ന് നമുക്കറിയില്ല, എങ്ങനെ മരിച്ചവരെ അടക്കം ചെയ്യുന്നുവെന്നറിയില്ല, നക്ഷത്രങ്ങളെക്കുറിച്ച് അവരെന്ത് വിശ്വസിക്കുന്നുവെന്ന് അറിയില്ല. നമുക്കറിയാവുന്ന ഒരു സംസ്കാരത്തിലും ഇല്ലാത്തത്ര കാലം ഇവരിവിടെയുണ്ട്. കൃഷി തുടങ്ങുന്നതിന് മുൻപ്, ചക്രം കണ്ടുപിടിക്കുന്നതിന് മുൻപ്, എഴുത്തു തന്നെ വരുന്നതിന് മുൻപ്. ലോകത്തിന്റെ അറ്റത്തെ ദ്വീപ് ഇവരെവിടെയാണ് ജീവിക്കുന്നതെന്നറിയണം. ഇന്ത്യയുടെ ഭൂപടം ഒന്ന് നോക്കൂ, വിരൽ കിഴക്കോട്ട് ഓടിക്കൂ, ആൻഡമാൻ കടലിനപ്പുറത്തേക്ക്, ഇന്തോനേഷ്യയും കടന്ന് ഇന്ത്യൻ പ്രദേശത്തിന്റെ അവസാന കഷണം എത്തുമ്പോൾ അവിടെ നിൽക്കൂ. ആ സ്ഥലം ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ്. ഡൽഹിയിൽ നിന്ന് കൊൽക്കത്തയിലേക്കുള്ളതിനേക്കാൾ അടുത്താണ് ഇവിടെ നിന്ന് സുമാത്രയിലേക്ക്. 85% മഴക്കാട്. മൊത്തം ദ്വീപ് ഒരു യുനെസ്കോ ജൈവമണ്ഡല സംരക്ഷിത പ്രദേശം. ഈ ദ്വീപിന്റെ തെക്കേ അറ്റത്ത് ഒരു നീണ്ട കടപ്പുറമുണ്ട്, ഗാലദിയ ബേ. എല്ലാ വർഷവും ഭീമൻ ലെതർബാക്ക് കടലാമകൾ ഇവിടെ വന്ന് മുട്ടയിടും. ഭൂമിയിലെ ഏറ്റവും വലിയ കടലാമകൾ. ചിലത് ഒരു ചെറിയ കാറിന്റെ അത്രയും വലിപ്പം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് നെസ്റ്റിംഗ് സ്ഥലമാണ് ഗാലദിയ ബേ. ഇതുതന്നെയാണ്, കൃത്യം ഇതേ സ്ഥലത്താണ് ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ഷിപ്പിംഗ് പോർട്ട് ബിൽഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ആ പോർട്ട് ബിൽഡ് ചെയ്യണമെങ്കിൽ ഈ കടപ്പുറം മൊത്തം ക്ലിയർ ചെയ്യണം. ആ തിര പക്ഷേ ആ പോർട്ടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് 22 വർഷം മുമ്പത്തെ ഒരു രാവിലെയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. 2004 ഡിസംബർ 26 ഞായറാഴ്ച. ഇന്ത്യൻ മഹാസമുദ്രത്തിന് മേലെ വെയിൽ. 14 രാജ്യങ്ങളിലെ കടപ്പുറത്ത് കുട്ടികൾ കളിക്കുന്നു. മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകുന്നു. ഒരു സാധാരണ ദിവസം രാവിലെ 7:58 കടലിന്റെ അടിയിൽ അത് സംഭവിച്ചു. 1100
100 കിലോമീറ്റർ നീളമുള്ള ഒരു കടൽ തറ പൊട്ടി. അതിന് മേലെയുള്ള വെള്ളം ഉയർന്നു നീങ്ങാൻ തുടങ്ങി. സുമാത്രയിൽ പട്ടണങ്ങൾ മിനിറ്റ്സ് കൊണ്ട് മാഞ്ഞുപോയി. ശ്രീലങ്കയിൽ ഒരു ട്രെയിൻ തന്നെ ട്രാക്കിൽ നിന്ന് കാട്ടിലേക്ക് എറിയപ്പെട്ടു. ചെന്നൈയിൽ ഫിഷിംഗ് ബോട്ട്സ് 3 തെരുവ് ഉള്ളിലേക്ക് വന്നു. സന്ധ്യയോടെ 2,30,000 ആളുകൾ മരിച്ചു. സമുദ്രത്തിന്റെ നടുവിലെ ആ ചെറിയ ദ്വീപിൽ, പുറത്തുള്ളവർക്ക് കടക്കാൻ പറ്റാത്ത ആ കാട്ടിൽ ഷോംപൻ ജനത നിശബ്ദമായി. ഡേയ്സ് കഴിഞ്ഞിട്ടും കോസ്റ്റ് ഗാർഡിന് ഗ്രേറ്റ് നിക്കോബാറിൽ എത്താൻ പറ്റിയില്ല. ദ്വീപിന്റെ തെക്കേ അറ്റം 15 അടി കടലിലേക്ക് താണു. വഴികളില്ല, റേഡിയോ ടവേഴ്സ് ഇല്ല. ഉദ്യോഗസ്ഥർ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കി. ഒരു ശിലായുഗ ഗോത്രവർഗം, മുന്നറിയിപ്പ് സംവിധാനങ്ങളില്ല, റേഡിയോ ഇല്ല. സുനാമി എന്നൊന്നും ഉണ്ടെന്ന് പോലും അറിയില്ല. എല്ലാവരും മരിച്ചു കാണും. 3 ആഴ്ച കഴിഞ്ഞ് ദ്വീപിന്റെ കിഴക്കേ കുന്നിലൂടെ ട്രക്കിംഗ് ചെയ്യുകയായിരുന്ന ഒരു വനപാലകൻ പെട്ടെന്ന് നിന്നു. ഒരു കുന്നിന്റെ മുകളിൽ പുക, പാചകത്തിന്റെ പുക. ഷോംപെൻ ജീവിച്ചിരുന്നു. ഒരാൾ പോലും മരിച്ചിട്ടില്ല. എങ്ങനെ? തിര വരുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് കടപ്പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന ഷോംപെൻ കുട്ടികൾ ഒരു സംഗതി ശ്രദ്ധിച്ചു. വെള്ളം പിന്നോട്ട് വലിയുകയാണ്. ഇതുവരെ ഒരു വേലിയിറക്കത്തിലും ഇത്രയും പിന്നോട്ട് വലിഞ്ഞിട്ടില്ല. കടലിന്റെ അടി തെളിഞ്ഞു കാണാം. അവിടെ മീൻ കിടന്ന് പിടയ്ക്കുന്നു. പ്രായമായവർ കണ്ടു. പക്ഷികൾ കൂട്ടത്തോടെ കരയിലേക്ക് പറക്കുന്നു. ഭയന്ന് ഭൂമി കുലുമുന്നത് അവരനുഭവിച്ചു. ഇവരുടെ ഭാഷയിൽ ഒരു കഥയുണ്ട്. തലമുറകളായി പ്രായമായവർ പറഞ്ഞുകൊടുത്ത ഒരു കഥ. കടൽ പിന്നോട്ട് വലിഞ്ഞാൽ ഏറ്റവും ഉയർന്ന കരയിലേക്ക് ഓടണം. അവരോടി. നമ്മുടെ വേട്ടക്കാരൻ, ഓർമ്മ വയ്ക്കാൻ ഞാൻ പറഞ്ഞ ആ ആൾ, അവനും അവിടെ ഉണ്ടായിരുന്നു. അന്നൊരു ചെറുപ്പക്കാരൻ, 20 വയസ്സ് കാണും. ഒരു കുട്ടിയെ കയ്യിലെടുത്ത് അവൻ ഓടി. അവന്റെ മുത്തച്ഛൻ പണ്ട് തീ കായുമ്പോൾ പറഞ്ഞുകൊടുത്ത അതേ കുന്നുകളിലേക്ക്. മുകളിലെത്തി തിരിഞ്ഞു നോക്കി. അവനത് കണ്ടു. 1 മിനിറ്റ് മുമ്പ് അവൻ നിന്ന കടപ്പുറം മുഴുവൻ വിഴുങ്ങുന്ന ഒരു കരിങ്കടലിന്റെ മതിൽ. മരങ്ങൾ ഒടിയുന്നു. അവൻ അന്ന് രാവിലെ വരെ കണ്ടിരുന്ന ലോകം ഇല്ലാതായി. പക്ഷേ അവൻ ജീവനോടെ ഉണ്ടായിരുന്നു. ആ കുന്നിന്റെ മുകളിലെ നിശബ്ദത പെട്ടെന്ന് പൊട്ടി. ഒരു നിലവിളി, പിന്നൊന്ന്, പിന്നെ 10 എണ്ണം. ഷോംപൻ ജനത ആകാശത്തേക്ക് അലറി. അവർക്ക് മാത്രം മനസ്സിലാകുന്ന ഭാഷയിൽ. നെഞ്ചിലിടിച്ചു. കുട്ടികളെ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തി. പ്രായമായ സ്ത്രീകൾ കരഞ്ഞു. ചെറുപ്പക്കാർ ആ കടലിന് നേരെ ഗർജിച്ചു. അവർ പറഞ്ഞ വാക്കുകൾ നമുക്കൊരിക്കലും അറിയില്ല. പക്ഷേ അവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് ഊഹിക്കാം. നമ്മൾ ജീവനോടെയുണ്ട്. ഈ കാട് നമ്മളെ രക്ഷിച്ചു. ടോക്കിയോ, ചെന്നൈ, ബാങ്കോക്ക് ഉപഗ്രഹങ്ങളും മുന്നറിയിപ്പ് സംവിധാനങ്ങളുമുള്ള ആധുനിക നഗരങ്ങൾ. അവരുടെ കടലോരം മുങ്ങുന്നത് നോക്കി നിൽക്കുമ്പോൾ വൈദ്യുതിയില്ലാത്ത ഒരു ഗോത്രവർഗം കുന്നുകളിൽ സുരക്ഷിതരായിരുന്നു. 2,30,000 ആളുകളെ കൊന്ന ഒരു തിരയിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ടു. അവരുടെ മുത്തച്ഛൻ പറഞ്ഞ ഒരു കഥ കൊണ്ട്. ഈ വിവേകമാണ് ഇപ്പോൾ അപകടത്തിലുള്ളത്. ആദ്യത്തെ പുറംനാട്ടുകാർ 1800-കൾ വരെ പുറം ലോകത്തിന് ഷോംപെൻ എന്നൊരു ഗോത്രവർഗമുണ്ടെന്ന് അറിയില്ലായിരുന്നു. 1846-ൽ സ്റ്റീൻ ആൻഡർസൺ ബില്ലെ എന്ന ഒരു ഡാനിഷ് ആഡ്മിറൽ ആദ്യമായി ഫോർമൽ കോൺടാക്ട് ഉണ്ടാക്കി. 1875-ൽ ഫ്രെഡറിക് ആഡോൾഫ് ഡി റൂപ്സ്റ്റോർഫ് എന്ന ഒരു ഡാനിഷ് ഭാഷാശാസ്ത്രജ്ഞൻ ഇവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ചു. ഇവരുടെ ഭാഷയിലെ 329 വാക്കുകൾ എഴുതിവെച്ചു. ആ നോട്ട്ബുക്കാണ് ഇന്നും ഈ ഭാഷയെക്കുറിച്ച് നമുക്കുള്ള ഒരേയൊരു രേഖ. റോപ്സ്റ്റോർഫിന് ശേഷം ബ്രിട്ടീഷുകാർ വീണ്ടും ശ്രമിച്ചു. ഓരോ തവണയും സംഘം എത്തുന്നതിന് മുമ്പേ ഷോംപെൻ കാട്ടിലേക്ക് മാഞ്ഞുപോകും. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ നരവംശ ശാസ്ത്രജ്ഞർ ശ്രദ്ധയോടെ ദ്വീപിൽ കയറി. ഇരുമ്പ് ഉപകരണങ്ങൾ, തുണി, പാത്രങ്ങൾ കാട്ടുവഴികളിൽ സമ്മാനങ്ങളായി വെച്ചിട്ടു. ചിലത് അവരെടുത്തു. കൂടുതലും തൊട്ടുപോരുമില്ല. ഒരു റീസർച്ചറിന് ചിലപ്പോൾ കാട്ടിന്റെ അരികിലിരിക്കാൻ ഷോംപെൻ അനുവദിക്കും. ഒരു പഴം ഓഫർ ചെയ്യും. നിങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിൽ ഒരു ഫോട്ടോയ്ക്ക് പോസ് പോലും ചെയ്യും. പക്ഷേ പുറം നാട്ടുകാരെ ഉള്ളിലേക്ക് അവർ കടത്തിവിട്ടില്ല. പഠിക്കാൻ അനുവദിച്ചില്ല. തങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ തയ്യാറായില്ല. 300 ആളുകളുടെ മനസ്സിൽ ഒരു സംസ്കാരം മൊത്തം. ഭൂമിയിൽ എവിടെയും എഴുതിവെച്ചിട്ടില്ലാത്ത ഒരു സംസ്കാരം. അവർ പോയാൽ അതും അവരോടൊപ്പം പോകും. 2021-ൽ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ ഒരു എയർ കണ്ടീഷൻഡ് റൂമിൽ കുറച്ച് ഉദ്യോഗസ്ഥർ ഒരു ടേബിളിന് ചുറ്റുമിരുന്നു. അവർ ഇന്ത്യയുടെ ഭാവി പ്ലാൻ ചെയ്യുകയായിരുന്നു. ഭൂപടം നോക്കി, ഷിപ്പിംഗ് ലെയിൻസ് നോക്കി, ചൈനയുടെ വളരുന്ന ശക്തി നോക്കി. എന്നിട്ടൊരു തീരുമാനമെടുത്തു. ഇന്ത്യക്ക് ഇതുവരെ ഇല്ലാത്ത ഒന്ന് വേണം. ഒരു വലിയ പോർട്ട്, ഒരു വലിയ എയർപോർട്ട്, ഒരു വലിയ മിലിറ്ററി ബേസ്. ലോകത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഷിപ്പിംഗ് റൂട്ടിന്റെ കവാടത്തിൽ. പേര് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഓഫ് ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ്. ബഡ്ജറ്റ് 81,000 കോടി രൂപ, ഏതാണ്ട് $10 ബില്യൺ. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിലൊന്ന്. ഈ പണം എന്ത് ബിൽഡ് ചെയ്യാൻ? ഒന്നാമത്, ഗലത്തിയ ബേയിൽ ഒരു ഷിപ്പിംഗ് പോർട്ട്. അതെ, ഗലത്തിയ ബേ. എല്ലാ വർഷവും ലെതർബാക്ക് കടലാമകൾ മുട്ടയിടാൻ വരുന്ന അതേ കടപ്പുറം. 14 മില്യൺ ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പോർട്ട്. സിംഗപ്പൂറുമായി കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന വലിപ്പം. രണ്ടാമത്, ഒരു ഇന്റർനാഷണൽ എയർപോർട്ട്. സിവിലിയനും സൈന്യത്തിനും വേണ്ടി നീണ്ട റൺവേസ്. മൂന്നാമത്, ഒരു മിലിറ്ററി ബേസ്. ഇവിടെ നിന്ന് ഇന്ത്യൻ നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും സ്ട്രെയിറ്റ് ഓഫ് മലക്കായെ 24 മണിക്കൂറും നിരീക്ഷിക്കാം. നാലാമത്, ഒരു പവർ പ്ലാന്റ്. ഗ്യാസും സോലാറും ഹൈബ്രിഡ്. അഞ്ചാമത്തേത്, ഇത് കാര്യമായി ശ്രദ്ധിച്ചു കേൾക്കണം, ഒരു പുതിയ ടൗൺഷിപ്പ്. പല പതിറ്റാണ്ടുകൾ കൊണ്ട് ഏതാണ്ട് 6.5 ലക്ഷം ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്ന ഒരു നഗരം. ഒന്നുകൂടി പറയാം, 6.5 ലക്ഷം ആളുകൾ. ഈ ദ്വീപിലെ ഇപ്പോഴത്തെ ജനസംഖ്യ വെറും 8,500. ഇപ്പോഴത്തേതിൽ നിന്ന് 80 ഇരട്ടിയാക്കാനാണ് പ്ലാൻ. ഇതിനുവേണ്ടി ഏതാണ്ട് 130 ചതുരശ്ര കിലോമീറ്റർ കാട് വഴി തിരിച്ചുവിടണം. ദ്വീപിന്റെ 1/5 ഭാഗം. അതിലേതാണ്ട് 84 ചതുരശ്ര കിലോമീറ്റർ ഇപ്പോൾ ഗോത്രവർഗ സംരക്ഷിത പ്രദേശമാണ്.
എത്ര മരങ്ങൾ വെട്ടും? ഇവിടെയാണ് നമ്പറുകൾക്ക് തർക്കം വരുന്നത്. ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ എൻവയൺമെന്റൽ ഡോക്യുമെന്റ്സ് പറയുന്നത് പ്രോജക്ട് ഏരിയയിൽ ഏതാണ്ട് 8.5 ലക്ഷം മരങ്ങൾ. പ്രസ് റിലീസസ് പറയുന്നത് ആക്ച്വൽ കട്ടിംഗ് 7.1 ലക്ഷം മരങ്ങളിൽ പരിമിതപ്പെടുത്തും ഫേസസ് ആയിട്ട്. സ്വതന്ത്ര ഗവേഷകർ ദ വയർ, ദ ട്രിബ്യൂൺ പോലുള്ള ന്യൂസ് പേപ്പേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യഥാർത്ഥ സംഖ്യ 1 മില്യണിന് അടുത്താകാമെന്നാണ് കാടിന്റെ സാന്ദ്രത അനുസരിച്ച്. ഏതായാലും ഒരു യുനെസ്കോ ജൈവമണ്ഡല സംരക്ഷിത പ്രദേശത്ത് ഇന്ത്യയിലെ തൊടാത്ത 2-3 മഴക്കാടുകളിലൊന്നിൽ പിന്നെ ആ ബേ. ഗാലത്തിയ ബേ 1997 ഒരു സംരക്ഷിത വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചിരുന്നു. 2021 ഗവൺമെന്റ് അതിന്റെ സംരക്ഷിത പദവി ക്വയറ്റ്ലി റദ്ദാക്കി. ഇന്ത്യയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ലെതർബാക്ക് കടലാം നെസ്റ്റിംഗ് ബീച്ചിന്റെ നിയമപരമായ സംരക്ഷണം ഒരു സിഗ്നേച്ചർ കൊണ്ടുപോയി. നിക്കോബാർ മെഗപോഡ് അതിന്റെ നെസ്റ്റിംഗ് മൗണ്ട്സ് നഷ്ടപ്പെടും. ഉപ്പുവെള്ളത്തിലെ മുതലകൾക്ക് വെറ്റ്ലാൻഡ്സ് നഷ്ടപ്പെടും. കാട്ടിലെവിടെയോ നമ്മുടെ വേട്ടക്കാരന് അവനറിയാവുന്ന ഒരേ ഒരു വീട് നഷ്ടപ്പെടും. 300 ആളുകൾ, 10 ലക്ഷം മരങ്ങൾ, ഒരു പുരാതന കടപ്പുറം, വേറെ ആരും സംസാരിക്കാത്ത ഒരു ഭാഷ. ഇതാണ് മേശപ്പുറത്തുള്ളത്. ആ ലെറ്റർ 2024 ഫെബ്രുവരിയിൽ ലണ്ടനിലെ ഒരു ഓഫീസിൽ കാറോലിൻ പിയേഴ്സ് എന്നൊരു സ്ത്രീ ഡോക്യുമെന്റ്സ് പരിശോധിക്കുകയായിരുന്നു. സർവൈവൽ ഇന്റർനാഷണൽ എന്ന ഓർഗനൈസേഷന്റെ ഹെഡാണ്. ലോകത്തെ ഗോത്രവർഗ്ഗങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അവർ വായിച്ചുകൊണ്ടിരുന്നത് ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്ടിന്റെ എൻവയൺമെന്റൽ ഇംപാക്ട് അസസ്മെന്റ്. 1000-ലധികം പേജുകൾ, മാപ്സ്, ടേബിൾസ്, നമ്പേഴ്സ്. പക്ഷേ ഈ ഡോക്യുമെന്റിൽ ഒരു ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമില്ലായിരുന്നു. ഷോംപൻ ജനതയോട് എങ്ങനെയാണ് കൺസൾട്ട് ചെയ്തത്? കാറലൈൻ വംശഹത്യ പഠിച്ച സ്കോളേഴ്സിനെ കോൺടാക്ട് ചെയ്തു. റവൻഡ, കാംബോഡിയ, ബോസ്നിയ ഒക്കെ പഠിച്ച ആളുകൾ. 13 രാജ്യങ്ങളിൽ നിന്ന് 39 പേർ. അവരെല്ലാവരും ഒരൊറ്റ ഓപ്പൺ ലെറ്ററിൽ സിഗ്നേച്ചർ ഇടാൻ തയ്യാറായി. ഇന്ത്യൻ പ്രസിഡന്റിന് അയച്ച ഒരു ലെറ്റർ. ആ ലെറ്ററിൽ ഇങ്ങനെയാണ് വാദിച്ചത്: അന്താരാഷ്ട്ര നിയമമനുസരിച്ച് വംശഹത്യ എന്നത് ബോധപൂർവം ഒരു ജനതയെ കൊല്ലുന്നത് മാത്രമല്ല, അവർക്ക് അതിജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഇല്ലാതാക്കുന്നതും വംശഹത്യയാകാം. അവരുടെ ഭൂമി, ഭക്ഷണം, ഒറ്റപ്പെടൽ, രോഗപ്രതിരോധ ശേഷി. ഷോംപെന്നെ പ്ലാൻ ചെയ്യുന്നത് ആ നിയമപരമായ പരിധിയിൽ എത്താമെന്നായിരുന്നു വിദഗ്ധരുടെ മുന്നറിയിപ്പ്. കൃത്യമായ വാക്കുകൾ: ഇറ്റ് വിൽ ബി എ ഡെത്ത് സെന്റൻസ് ഫോർ ദ ഷോംപെൻ, ടാന്റമൗണ്ട് ടു ദ ഇന്റർനാഷണൽ ക്രൈം ഓഫ് ജനോസൈഡ്. ഇത് ശക്തമായ ഭാഷയാണ്. ഇത് നിയമപരമായ ഭാഷയുമാണ്. എന്തുകൊണ്ടാണ് ഇവർ ഈ വാക്ക് തിരഞ്ഞെടുത്തത്? കാരണം ചരിത്രം അവർക്കറിയാം. 1800കളിൽ ബ്രിട്ടീഷുകാർ ഗ്രേറ്റ് ആൻഡമനീസ് ഗോത്രവർഗത്തെ ആദ്യമായി കണ്ടപ്പോൾ ഏതാണ്ട് 5000 പേരുണ്ടായിരുന്നു. ഇന്ന് പുറത്തുള്ളവർ കൊണ്ടുവന്ന രോഗങ്ങൾ കാരണം 50 പേർ താഴെ മാത്രം ജീവിച്ചിരിക്കുന്നു. ഓങ്ക ഗോത്രവർഗം ഇതേപോലെ 85% നശിച്ചു. 1990കളിൽ സമാധാന സമ്പർക്കം സ്വീകരിച്ച ജരാവ ഇന്ന് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ. അവരുടെ കാട്ടിന് മുന്നിലൂടെ ബസിൽ പുറം നാട്ടുകാർ പോകുന്നു. ജന്തുശാലയിലെ മൃഗങ്ങൾക്ക് എറിയുന്നതുപോലെ ബിസ്ക്കറ്റ് അവർക്ക് നേരെ എറിയുന്നു. പുറം ലോകവുമായി തുടർച്ചയായ സമ്പർക്കം വന്ന ആൻഡമാനിലെ എല്ലാ ഗോത്രവർഗവും ഭയങ്കരമായ നഷ്ടം നേരിട്ടു. ഷോംപെനും സെന്റിനലീസിനെ പോലെ സാധാരണ രോഗങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷിയില്ല. അവരുടെ ശരീരം 5ാം പനി കണ്ടിട്ടില്ല, പനി കണ്ടിട്ടില്ല, വെറുമൊരു ജലദോഷം പോലും. ആ പേപ്പേഴ്സ് വായിച്ച ഉദ്യോഗസ്ഥ മീന ഗുപ്ത ഒരു ആക്ടിവിസ്റ്റ് അല്ല, ഒരു റിട്ടയേർഡ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയാണ്. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ ഗവൺമെന്റിൽ ജോലി ചെയ്തയാൾ. ഗോത്രകാര്യ വകുപ്പിന്റെ സെക്രട്ടറി ആയിരുന്നു. പിന്നെ പരിസ്ഥിതി വനം വകുപ്പിന്റെ സെക്രട്ടറി. ഇതുപോലുള്ള പ്രോജക്റ്റിന് അംഗീകാരം കൊടുക്കുന്ന പേപ്പേഴ്സിൽ സിഗ്നേച്ചർ ഇട്ടാണ് അവർ കരിയർ മൊത്തം ജീവിച്ചത്. അതുകൊണ്ട് ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റിന്റെ പേപ്പേഴ്സ് അവരുടെ മുന്നിൽ വന്നപ്പോൾ റിട്ടയർ ചെയ്തിട്ടും അവർ ഒരു കാര്യം ചെയ്തു, മറ്റാരും ചെയ്യാത്തത്. ഓരോരോ ഡോക്യുമെന്റും മുഴുവൻ വായിച്ചു. കണ്ടത് അവരെ ഞെട്ടിച്ചു. ഇന്ത്യൻ നിയമമനുസരിച്ച്, സ്പെസിഫിക്കലി ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് 2006, ഗോത്രവർഗ വനഭൂമി എടുക്കണമെങ്കിൽ ആ ഗോത്രവർഗത്തിന്റെ സമ്മതം വേണം. ഗ്രാമസഭ, വില്ലേജ് കൗൺസിൽ സമ്മതിക്കണം. പിന്നെ എങ്ങനെ? മീന ഗുപ്ത ചോദിച്ചു. ഹിന്ദിയോ ഇംഗ്ലീഷോ? 2026 ഏപ്രിൽ 28. അന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സ്റ്റോറി വെസ്റ്റ് ബംഗാൾ ഇലക്ഷൻസ് ആകേണ്ടതായിരുന്നു. എല്ലാ ക്യാമറകളും ബംഗാളിലേക്ക് നോക്കിയിരുന്നു. പക്ഷേ കൊൽക്കത്തയിൽ നിന്ന് 1200 കിലോമീറ്റർ അകലെ ഒരു ദ്വീപിൽ വേറൊരു സ്റ്റോറി വികസിച്ചുകൊണ്ടിരുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മിണ്ടാതെ ഒരു പ്ലെയിനിൽ കയറി കാമ്പൽ ബേയിൽ ഇറങ്ങി. ഗാന്ധി നഗറിലെ കമ്മ്യൂണിറ്റി ഹാളിൽ നിക്കോബറേസെ കമ്മ്യൂണിറ്റിയെ കണ്ടു. അവർ പറയുന്നത് കേട്ടു. പിന്നെ കാട്ടിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. കൺസ്ട്രക്ഷൻ സോണിന്റെ അരികിലേക്ക് അവർ കൊണ്ടുപോയി. അടയാളങ്ങൾ കണ്ടു. വെട്ടാൻ വേണ്ടി നമ്പർ ഇട്ടുവെച്ച മരങ്ങൾ കണ്ടു. ഷോംപൻ ഇപ്പോഴും ജീവിക്കുന്ന കാടുകളിലൂടെ നടന്നു. പുറത്തു വന്നപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞത്, ഇത് ഏറ്റവും വലിയ സ്കാംസിലൊന്ന്, രാജ്യത്തിന്റെ പ്രകൃതിയോടും ഗോത്രവർഗ പൈതൃകത്തോടും ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റം, വികസനത്തിന്റെ ഭാഷയിൽ പൊതിഞ്ഞ നാശം. അദ്ദേഹം കൂടുതൽ പറഞ്ഞു, ഈ പ്രോജക്റ്റ് വലിയ കോർപ്പറേറ്റ് ഗ്രൂപ്പുകൾക്ക്, അദാനി ഗ്രൂപ്പ് ഉൾപ്പെടെ, ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലിന്റെ ലീഡിംഗ് കണ്ടൻഡർ മാറിലൊന്ന് ലാഭമുണ്ടാക്കാൻ വേണ്ടി പാകത്തിനൊരുക്കിയിരിക്കുകയാണ് എന്ന്. കാടും ഗോത്രവർഗവും വിലയായി കൊടുത്ത്
ഗവൺമെന്റ് ഇത് നിഷേധിച്ചു. കോർപ്പറേറ്റ് അനുകൂലതയില്ലെന്ന്, എല്ലാ കോൺട്രാക്ട്സും മത്സര ബിഡിംഗ് വഴിയാണ് നൽകുന്നതെന്ന്. പക്ഷേ സംശയം ബാക്കിയാണ്. ഗവൺമെന്റ് പ്രോജക്റ്റിനെ ഡിഫെൻഡ് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടു. പാരിസ്ഥിതിക ആഘാതങ്ങൾ വിശദമായി വിലയിരുത്തി. സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. ഷോംബനെയോ നിക്കോബറേസിനെയോ കുടിയിറക്കില്ല. പുനഃവിജ്ഞാപനം വഴി ഗോത്രവർഗ സംരക്ഷിത പ്രദേശം യഥാർത്ഥത്തിൽ കൂട്ടും. മുൻ പരിസ്ഥിതി മന്ത്രി ജയറാം രമേശ് തിരിച്ചു മറുപടി പറഞ്ഞു. നിക്കോബറേസ് 2022 സമ്മതം പിൻവലിച്ചു. ഷോംബൻ സമ്പർക്കമില്ലാത്തവരായതുകൊണ്ട് അറിവോടെയുള്ള സമ്മതം നൽകാൻ കഴിയില്ല. ഗലാത്തിയ ബേ വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ലെതർ ബാക്ക് കടലാം നെസ്റ്റിംഗ് സൈറ്റാണ്. ഓരോരോ വശത്തിനും അവരുടേതായ വാദങ്ങൾ. ആരാണ് ശരിയെന്ന് ഞാൻ പറയില്ല, പക്ഷേ എന്താണ് അപകടത്തിലുള്ളത് എന്ന് ഞാൻ പറയും. ഞാൻ ഈ വീഡിയോകളിൽ എപ്പോഴും വാക്കു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, മറുവശം പറയണം. കാരണം സത്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റ് ഇത് വെറുതെ ചെയ്യുന്നതല്ല. താട് വെറുപ്പിച്ച് നശിപ്പിക്കുകയല്ല. അവർക്കൊരു കാരണമുണ്ട്, ചെറിയ കാരണമല്ല. ഒരു ഗ്ലോബ് ഒന്ന് നോക്കൂ, ഗ്രേറ്റ് നിക്കോബാർ നോക്കൂ. ഈ ദ്വീപ് സ്ട്രൈറ്റ് ഓഫ് മലക്കയിൽ നിന്ന് വെറും 40 നാവിഗേഷൻ മൈൽ അകലെയാണ്. ലോകത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഷിപ്പിംഗ് ലൈൻ. ഈ ഭൂമിയിൽ കച്ചവടം ചെയ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങളിൽ 4/1 ഭാഗം ആ ഇടുങ്ങിയ പാതയിലൂടെയാണ് കടന്നുപോകുന്നത്. ചൈനയുടെ എണ്ണയുടെ ഭൂരിഭാഗവും ജപ്പാനിലെ ഇലക്ട്രോണിക്സിന്റെ ഭൂരിഭാഗവും. സ്ട്രൈറ്റ് ഓഫ് മലക്കയുടെ കവാടം ആര് കൺട്രോൾ ചെയ്യുന്നു? അവർ ഒരർത്ഥത്തിൽ ആഗോള കച്ചവടം കൺട്രോൾ ചെയ്യുന്നു. വർഷങ്ങളായി ചൈന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉടനീളം പോർട്സ് ബിൽഡ് ചെയ്യുകയാണ്. ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മയൻമാർ. തന്ത്രജ്ഞർ ഇതിനൊരു പേര് കൊടുത്തിട്ടുണ്ട്, സ്ട്രിംഗ് ഓഫ് പേൾസ്. ഇന്ത്യക്ക് ചുറ്റും തിങ്ങി വരുന്ന ബേസസിന്റെ ഒരു ശൃംഖല. ഇത്രയും കാലം ഇന്ത്യ വെറുതെ നോക്കി നിന്നു. ഗ്രേറ്റ് നിക്കോബാർ ആണ് ഉത്തരം. ഇവിടെ ഒരു പോർട്ട് ഉണ്ടെങ്കിൽ ഇന്ത്യൻ സാധനങ്ങൾ സിംഗപ്പൂരിലൂടെയും കൊളംബോയിലൂടെയും പോകുന്നതിന് പകരം ഇന്ത്യൻ മണ്ണിൽ കയറ്റാം. ബില്യൺ കണക്കിന് ഡോളർ വരുമാനം തിരിച്ചു വരും. എയർപോർട്ട് ഉണ്ടെങ്കിൽ ഇന്ത്യൻ വ്യോമസേന കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രം പട്രോളിംഗ് ചെയ്യാം. മിലിറ്ററി ബേസ് ഉണ്ടെങ്കിൽ ഈ വെള്ളത്തിലൂടെ കടന്നുപോകുന്ന ഓരോ ചൈനീസ് ഷിപ്പും നമുക്ക് നോക്കാം. മുൻ വ്യോമസേന മേധാവി RKS ഭദൌരിയ പറഞ്ഞത് ഈ പ്രോജക്റ്റ് ഇന്ത്യയുടെ തന്ത്രപരമായ സ്ഥാനം മൗലികമായി മാറ്റുമെന്നാണ്. ഇത് യഥാർത്ഥ വാദങ്ങളാണ്. ദേശീയ സുരക്ഷ വെറുമൊരു വ്യാജ പ്രശ്നമല്ല. അതുകൊണ്ട് ചോദിക്കപ്പെടേണ്ട ചോദ്യം ഇന്ത്യക്ക് തന്ത്രപരമായ അടിസ്ഥാന സൗകര്യങ്ങൾ വേണോ വേണ്ടയോ എന്നതല്ല. ചോദ്യം ഇതാണ്, 60,000 വർഷം പഴക്കമുള്ള ഒരു ഗോത്രവർഗത്തിന്റെ ഒറ്റ വീടിന്റെ മേലെ തന്നെ ബിൽഡ് ചെയ്യണോ? വേറെയൊരു ദ്വീപുമില്ലേ? വേറെയൊരു തീരവുമില്ലേ? വേറെയൊരു വഴിയുമില്ലേ? ഗവൺമെന്റ് പറയുന്നു ഇല്ല എന്ന്. അപകടത്തിലുള്ളത്. അതുകൊണ്ട് ഈ കഥ അവസാനിക്കുന്നതിന് മുമ്പ് അത് തുടങ്ങിയ സ്ഥലത്തേക്ക് നമുക്ക് മടങ്ങാം. ആ കാട്ടിലെ വേട്ടക്കാരൻ, അവൻ ഇപ്പോഴും അവിടെയുണ്ട്. പണ്ടേയുള്ള അതേ വഴികളിലൂടെ നടക്കുന്നു. നിങ്ങൾക്കും എനിക്കും ഒരിക്കലും മനസ്സിലാകാത്ത വാക്കുകൾ സംസാരിക്കുന്നു. അവന്റെ കുട്ടികൾ വളരുന്നത് കാണുന്നു. അവനറിയില്ല ഇപ്പോൾ ഏതു വർഷമാണെന്ന്. അവനറിയില്ല ഡൽഹിയുടെ ഒരു എയർ കണ്ടീഷൻ റൂം അവന്റെ ഭാവി തീരുമാനിച്ചുവെന്ന്. അവന്റെ പൂർവികർ മീൻ പിടിച്ച ആ ഉൾക്കടലിൽ ഒരു പോർട്ട് ഡിസൈൻ ചെയ്യുകയാണ് എന്ന്. അവൻ കുന്നിന്റെ മുകളിൽ നിന്ന് കാണുന്ന ആ പാചകതീ ഒരു ദിവസം 6.5 ലക്ഷം പുറം നാട്ടുകാരുടെ നഗരത്തിലെ ലൈറ്റുകളാകാമെന്ന്. പക്ഷേ നിങ്ങളെ ഭയപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. ആ പുറം നാട്ടുകാരിൽ ഒറ്റ ഒരാൾ അവൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു വൈറസുമായി ആ കാട്ടിലേക്ക് കടന്നാൽ അവന്റെ മക്കൾ, അവനറിയാവുന്ന എല്ലാവരും എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇല്ലാതാകാം. ഇതാണ് 39 വംശഹത്യാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയത്. ഇതാണ് 100-ലധികം മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ആശങ്ക ഉന്നയിച്ചത്. ഇതാണ് ശാസ്ത്രജ്ഞരും നരവംശ ശാസ്ത്രജ്ഞരും അഭിഭാഷകരും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷോംബൻ ഇല്ലാതാകുമെന്ന് ഉറപ്പല്ല. പ്രോജക്റ്റ് പ്ലാൻ ചെയ്തതുപോലെ മുന്നോട്ടു പോകുമെന്ന് പോലും ഉറപ്പല്ല. കാൽക്കട്ട ഹൈക്കോർട്ട് കേസ് പരിശോധിക്കുകയാണ്. രാഷ്ട്രീയക്കാർ വാദിക്കുകയാണ്. പ്രവർത്തകർ പ്രക്ഷോഭം നടത്തുകയാണ്. പക്ഷേ ഇത് തെറ്റിയാൽ തിരിച്ചു വരാൻ വഴിയില്ല. കാട് വീണ്ടും വളർത്താം. പവിഴപ്പുറ്റും എവഞ്ചുവാളി തിരിച്ചു വരാം. കടലാമ ജനസംഖ്യ സമയം കിട്ടിയാൽ വീണ്ടെടുക്കാം. പക്ഷേ അവരുടെ കാട്ടിലും അവരുടെ സംസ്കാരത്തെക്കാളും കൂടുതൽ കാലം ജീവിച്ച ഒരു ജനത അവർ പോയാൽ പോയി. പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് ഒരു ദിവസം നിങ്ങളുടെ കൊച്ചുമക്കൾ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചേക്കാം. ഇന്ത്യയുടെ അറ്റത്തെ അവർ പിക്ചർസിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു കാടിനെ കുറിച്ച്. ഷോംബൻ ആരായിരുന്നു എന്ന് നിങ്ങൾ എന്തു പറയും? പറയുമോ, നമുക്ക് പോർട്ട് വേണമായിരുന്നു, സിംഗപ്പൂറുമായി കമ്പീറ്റ് ചെയ്യാൻ വേണ്ടി, ചൈനയെ പേടിപ്പിക്കാൻ വേണ്ടി, ദേശീയ സുരക്ഷ വിലപ്പെട്ടതായിരുന്നു? ചിലപ്പോൾ നിങ്ങൾ പറയും, അതെ, എല്ലാം തൂക്കി നോക്കിയപ്പോൾ തന്ത്രപരമായ നേട്ടം വിലപ്പെട്ടതായിരുന്നുവെന്ന്. ന്യായമാണ്, ഞാനത് ഗൗരവത്തോടെ തന്നെ കാണാം. പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ആ വേട്ടക്കാരനെ ഓർക്കും. ഒരു സുനാമിയിൽ നിന്ന് അവന്റെ മുത്തച്ഛൻ പറഞ്ഞ ഒരു കഥ കാരണം മാത്രം രക്ഷപ്പെട്ട ആ വേട്ടക്കാരൻ. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും, വേറൊരു വഴി ഉണ്ടായിരുന്നോ? വേറൊരു ദ്വീപ്, വേറൊരു ഉൾക്കടൽ, ഈ പ്രോജക്റ്റിന് വേറൊരു രൂപം. അതുകൊണ്ട് ഒരൊറ്റ ചോദ്യം നിങ്ങളുടെ കയ്യിൽ വെച്ച് ഞാൻ പോകാം. വേറെ എവിടെ വേണമെങ്കിലും ബിൽഡ് ചെയ്യാമായിരുന്ന ഒരു പോർട്ട്, അവരുള്ളിടത്ത് മാത്രം നിലനിൽക്കാൻ കഴിയുന്ന ഒരു ജനത. ഈ തിരഞ്ഞെടുപ്പിന് ശരിയായ ഉത്തരം എന്താണ്? കമന്റ്സിൽ പറയണം. സത്യസന്ധമായി ഞാൻ ഓരോന്നും വായിക്കും. ഈ വീഡിയോ നിങ്ങളെ സ്പർശിച്ചെങ്കിൽ ഷോംബനെ കുറിച്ച് അറിയേണ്ട ഒരാൾക്ക് ഷെയർ ചെയ്യണം. പിന്നെ മലയാളി കഫേ സബ്സ്ക്രൈബ് ചെയ്യണം. വാർത്തകൾ ഒരിക്കലും പറയാത്ത ഇതുപോലുള്ള കഥകൾ ഞങ്ങൾ പറയും. അടുത്ത വീഡിയോയിൽ കാണാം.